മേക്കപ്പ് നന്നാക്കുന്നതായി അഭിനയിച്ച് അവൾ ആ പണക്കാരന്റെ ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ ഫോട്ടോ തന്റെ പങ്കാളിയുടെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു. തുടർന്ന് ഒരു പ്രത്യേക 3D മെഷീൻ ഉപയോഗിച്ച് അവർ അയാളുടെ മുഖത്തിന്റെ ഒരു മോൾഡ് ഉണ്ടാക്കി. കൃത്രിമ ചർമ്മവും പുരികവും വിഗും വെച്ചുപിടിപ്പിച്ചതോടെ ആ മാസ്ക് പൂർണ്ണമായും യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്നതായി മാറി. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് വെറും 50 ആണ്. എല്ലാവരും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണേ. അതിനുശേഷം ബോൺ തന്റെ പ്ലാൻ നടപ്പിലാക്കാൻ തുടങ്ങി. പണക്കാരൻ എപ്പോഴും ബ്രീഫ് കേസിൽ കരുതുന്ന സ്വർണമായിരുന്നു അവന്റെ ലക്ഷ്യം. തിരികെ പാർട്ടിയിൽ വെച്ച് മാഗി കിസതപൂർവ്വം കാലിടറി വീണ് പണക്കാരന്റെ മേലേക്ക് വസ്ത്രത്തിൽ ഡ്രിങ്ക് ഒഴുക്കി. എന്നാൽ ദേഷ്യപ്പെടുന്നതിനു പകരം ഡ്രസ്സ് വൃത്തിയാക്കാൻ അയാൾ തനിയെ റെസ്റ്റ്റൂമിലേക്ക് പോയി. അത് ബോണിന്റെ പ്ലാനിന് പറ്റിയ അവസരമായി. എയർവെന്റ് വഴി ഉള്ളിൽ കടന്ന ബോൺ പണക്കാരന് പിന്നിലൂടെ നിശബ്ദമായി ചെന്ന് ഒറ്റ അടികൊണ്ട് അയാളെ ബോധം കെടുത്തി. തുടർന്നൊരു കാർഡ് പുറത്തെടുത്ത് അതിലെഴുതിയ വാചകം ഉച്ചത്തിൽ വായിക്കാൻ അയാളെ നിർബന്ധിച്ചു. ആ വാക്കുകൾ പറയുകയല്ലാതെ പണക്കാരന് വേറെ വഴിയില്ലായിരുന്നു. ശബ്ദം റെക്കോർഡ് ചെയ്ത് തന്റെ പങ്കാളിക്ക് അയക്കുകയായിരുന്നു ബോണിന്റെ ലക്ഷ്യം. അതിലൂടെ ശബ്ദത്തിന്റെ കൃത്യമായ ക്ലോൺ ഉണ്ടാക്കി ബോണിന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചിരുന്ന വോയിസ് ചേഞ്ചിംഗ് ഡിവൈസുമായി സിങ്ക് ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു. അതേസമയം ബോസ് കുറെ സമയമായി തിരികെ വരാതിരുന്നതോടെ സെക്യൂരിറ്റി ഗാർഡ് റെസ്റ്റ്റൂമിലേക്ക് നടന്നു. ബോണിന് ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് സിസ്രി മുന്നറിയിപ്പ് നൽകി. ഭാഗ്യവശാൽ ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും വോയിസ് ക്ലോൺ പൂർത്തിയാകാൻ കുറച്ചുകൂടി സമയം ആവശ്യമായിരുന്നു. അതിനാൽ റെസ്റ്റ്റൂമിനുള്ളിലായിരുന്ന തന്റെ പങ്കാളിയോട് പണക്കാരനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാൻ ബോൺ പറഞ്ഞു. ഗാർഡിന് സംശയം തോന്നാതിരിക്കാൻ ബോൺ സ്വന്തം നെഞ്ചിൽ ചുവന്ന ദ്രാവകം തളിച്ചു. ബോഡിഗാർഡ് വാതിൽ തുറന്ന നിമിഷം ബോൺ തന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നത് പോലെ അഭിനയിച്ചു. ഗാർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം നഷ്ടപ്പെട്ടതുപോലെ ബോൺ മിണ്ടാതെ ചുമച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് ഗാർഡിന്റെ സംശയം കൂട്ടുകയാണുണ്ടായത്. അവൻ നിർബന്ധിച്ച് ഉള്ളിലേക്ക് കയറാനാഞ്ഞു. ഒരടി കൂടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ വാതിലിന് പിന്നിൽ ഒളിച്ചിരുന്ന ബോണിന്റെ പങ്കാളിയെ അവൻ കണ്ടെത്തുമായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് വോയിസ് ക്ലോണിംഗ് പൂർത്തിയാവുകയും ബോൺ ആ വ്യാജ ശബ്ദത്തിൽ മറുപടി നൽകുകയും ചെയ്തു. ബോഡിഗാർഡ് അത് പൂർണ്ണമായും വിശ്വസിച്ചു. എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ബോണിന്റെ മറ്റേ പങ്കാളി പണക്കാരനെ ഒരു വേസ്റ്റ് ഏരിയയിൽ തള്ളി. ഇതിനിടയിൽ ഗാർഡിന്റെ ശ്രദ്ധ തിരിക്കാനായി ബോണും മാഗിയും ഒരുമിച്ച് നടന്നുപോയി. വഴിയിൽ വെച്ച് മറ്റൊരു ടീമംഗം താഴെ കാത്തുനിന്നിരുന്ന മാൻഹോൾ കവറിന് മുകളിൽ അവർ നിർത്തി. സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ഒരു സംശയവും തോന്നാത്ത വിധം അവർ ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു.